ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ധന്യനായ പൗലോസ്ലീഹ എഫെസോസിലെ സഭയോട് പറയുകയാണ്, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എഫെസോസിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പല കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട്. അതിലൊരു കാര്യം 1-ാമത്തെ അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവമക്കളുടെ അകത്തും വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളക്കുവാൻ കഴിയാത്ത വലിപ്പം ഓരോ ദൈവമക്കളും തിരിച്ചറിയണം. തിരിച്ചറിയാത്ത കാലത്തോളം നമ്മൾ ചുറ്റുപാടുകളെ ഭയപ്പെടും, ശത്രുവിനെ ഭയപ്പെടും, പിശാചിനെ ഭയപ്പെടും, മന്ത്രവാദികളെ ഭയപ്പെടും, എതിരാളികളെ ഭയപ്പെടും. ആരെയും ഭയപ്പെടാതൊരു ജീവിതം നയിക്കണമെങ്കിൽ നാം സേവിക്കുന്ന ദൈവമാരാന്നും നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്നും ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം രുചിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ചില കണ്ടിട്ടില്ലയോ, ഒരാൾ ഭയപ്പെടുന്ന വിഷയത്തെ അടുത്തയാൾ ഭയപ്പെടത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ അകത്തെ മനുഷ്യനിൽ വ്യാപരിക്കുന്ന കരുത്താണ്. ഇവിടെ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയുക, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, അതായത് നീ പ്രാർത്ഥിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മിൽ വ്യാപരിക്കുന്ന, അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീണ്, അവൻ സങ്കടത്തിന്റെ പടുകുഴിയിൽ വീണ് ഇനിയും കരകയറ്റം ഇല്ലെന്ന് വ്യാകുലപ്പെടുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് നീ സ്വയം ഒന്ന് തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിന്റെ പ്രതിസന്ധികൾ നിനക്ക് വളരെ ചെറുതായിട്ട് തോന്നും, വെല്ലുവിളികൾ ചെറുതായിട്ട് തോന്നും, പൈശാചികന്റെ ഉപദ്രവങ്ങൾ ചെറുതായിട്ട് തോന്നും. കാരണം അതിനേക്കാൾ വലിയൊരു ശക്തിയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതി, ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ അളക്കുവാൻ കഴിയാത്ത ശക്തി, അതാണ് ക്രിസ്തുവിനെ സേവിക്കുന്ന ഓരോ ദൈവമക്കളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം തിരിഞ്ഞു നോക്കിക്കേ, എത്രയെത്ര ദുഷ്ടശക്തികൾ നിന്നെ ഒതുക്കാൻ വന്നപ്പോഴും നീ ഒതുങ്ങാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ അകത്ത് വ്യാപരിച്ച ഈ ശക്തി കൊണ്ടാണ്. പൗലോസ് ഈ ലേഖനത്തിലൊരു ഭാഗം പറയുന്നുണ്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് പലതിനെയും ജയിക്കാൻ പറ്റും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അത്യന്തപരമായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ദൈവശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നതുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിയുക, നിന്റെ ജീവിതം വിജയിക്കും. ഗോഡ് ബ്ലെസ് യു.